മരണവും ഭയവും നിറച്ച ജയിലിനുള്ളിൽ എന്നാണ് ഞാൻ മരിച്ച് സുരക്ഷിതനാവുക, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഒരിക്കൽ ഒരു കാവൽക്കാരൻ രാത്രിയിൽ എന്നെ മൃഗീയമായി പീഡിപ്പിച്ചു. എൻ്റെ നഗ്നമായ നെഞ്ചിലും പുറകിലും ഇടിച്ചു. അയാൾ ചത്ത എലിയെ വായിൽ വെച്ച് തന്നു. ഭയം കാരണം വായിൽ എന്താണെന്ന് പോലും അറിയാതെ ഞാനത് കഴിച്ചു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങളിൽ ഒന്നാണത്. ഹഫീസ് അൽ അസാദിന്റെ ഭരണകാലത്ത് 13 വർഷത്തോളം സിറിയയിലെ തദ്ദൂർ ജയിലിൽ കഴിഞ്ഞ, അവിടെ നിന്നും ക്രൂര പീഡനങ്ങൾ കേൾക്കേണ്ടി വന്ന ഇസ്മായിൽ മുസ്തഫ എന്ന ആളുടെ വാക്കുകളാണിത്. ജയിൽ മോചിതനായ ശേഷം തുർക്കിയിലെ വാർത്താ ഏജൻസികളോട് അദ്ദേഹം മനസ്സ് തുറക്കുകയായിരുന്നു. സിറിയ കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയാണ് ബാഷാർ അൽ അസാദിന്റെ പിതാവും ആധുനിക സിറിയയുടെ ശില്പിയുമായ ഹാഫിസ് അൽ അസാദ്. സിറിയയിലെ കുടുംബവാഴ്ച 5 പതിറ്റാണ്ട് മുമ്പാണ് സിറിയയിൽ കുടുംബവാഴ്ച തുടങ്ങുന്നത്. സിറിയൻ എയർഫോഴ്സ് കമാൻഡറും പ്രതിരോധ മന്ത്രിയുമായിരുന്ന ഹാഫിസ് 1970-ൽ നടന്ന പട്ടാള അട്ടിമറിയിലൂടെ ഹാഫിസ് അൽ അസാദ് ഭരണം പിടിച്ചു. പലതവണ സിറിയയിൽ അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിലും നിലവിൽ വന്ന സർക്കാരുകൾക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പക്ഷേ കരുണയില്ലാതെ അടിച്ചമർത്താനും വെല്ലുവിളികളെ നേരിടാനും വലിയ സൈന്യത്തെ ഒപ്പം കൂട്ടാനും ഹാഫിസ് സ്വാധീനിച്ചു. 3 പതിറ്റാണ്ടോളം രാജ്യത്തെ തന്റെ ചൊൽപ്പടിയിൽ നിർത്തിയ ഹാഫിസ് അറബിയയുടെ നേതാവായി തന്നെയും തന്റെ രാഷ്ട്രത്തെയും സ്വപ്നം കണ്ടു. അത് നേടിയെടുക്കാൻ ക്രൂരതയുടെ അങ്ങേയറ്റം വരെ പോകാൻ മടിച്ചില്ല. കമാൻഡറായിരുന്നപ്പോഴും മറ്റും വളരെയധികം ബന്ധങ്ങൾ ഹഫീസ് ഉണ്ടാക്കിയെടുത്തിരുന്നു. പദ്ധതികൾ തയ്യാറാക്കാൻ അത് മുതൽക്കൂട്ടാക്കി. അധികാരം പൂർണ്ണമായും തന്നിലാണെന്ന് ഉറപ്പുവരുത്താൻ ഭിന്നിപ്പിച്ച് ഭരിക്കുമെന്ന തന്ത്രമായിരുന്നു ഹഫീസ് ഉപയോഗിച്ചിരുന്നത്. രാജ്യത്ത് ഏകാധിപത്യം പുലർത്തുന്ന ഹഫീസ് അൽ അസാദിന്റെ പ്രതിമ നശിപ്പിക്കുന്ന ഹമാ നഗരത്തിലെ കൂട്ടക്കൊല ചെറിയ നീക്കം പോലും തനിക്കെതിരെ ഉയർന്നു വരുന്ന കണ്ടാൽ അതിനെ അടിച്ചമർത്തി മുളയിലെ നുള്ളാൻ ഹഫീസ് ശ്രദ്ധിച്ചു. വിമതർ പല കോണുകളിൽ നിന്നും തലപൊക്കിയെങ്കിലും ഹഫീസിന്റെ ക്രൂര പീഡനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. 1982-ൽ ഹമാ നഗരത്തിൽ അസാദിന്റെ സുരക്ഷാ സേന ഒരു കൂട്ടക്കൊല നടത്തി. 20,000 മുതൽ 40,000 സാധാരണക്കാർ വരെ മരിച്ചുപോയെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രതിപക്ഷത്ത് വളർന്നു വന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ നേതൃത്വത്തിൽ കലാപത്തിന് കോപ്പുകൂട്ടുന്നുവെന്ന സംശയമെന്ന് ഇത്രയും പേരെ ഒന്നിച്ച് കൊലപ്പെടുത്തിയതിലേക്ക് നയിച്ചത്. ആഗോളതലത്തിൽ വലിയ വിമർശനങ്ങൾ നേരിട്ട സംഭവമാണിത്. പക്ഷേ തന്റെ ഭരണകൂടത്തിനെതിരെ ചെറുവിരലെങ്കിലും ഉയർത്തുന്നവർക്കെതിരെ ചോരയുടെ ഭാഷയിൽ അസാദ് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരുന്നു. അയൽരാജ്യമായ ലെബനൻ പിടിച്ചെടുത്തും സിറിയയ്ക്കൊപ്പം ചേർക്കാൻ ഹഫീസ് ശ്രമം നടത്തിയിരുന്നു. തിരിച്ചടികൾ നേരിടുമ്പോഴെല്ലാം രാജ്യത്തെ 19 തടവ് പുള്ളികളെ പീഡിപ്പിച്ചുകൊണ്ടാണ് ഹഫീസ് ദേഷ്യം തീർത്തിരുന്നത്. ലെബനനിൽ അസാദിന്റെ സൈന്യം മൈക്കൽ ഓണസിന്റെ സൈന്യവും തമ്മിൽ പോരാട്ടം നടന്ന 1989-ൽ ഹഫീസ് സമ്മർദ്ദത്തിലായിരുന്നു. തിരിച്ചടികളിൽ ദേഷ്യം അടങ്ങുന്നതുവരെ തടവ് പുള്ളികളെ പീഡിപ്പിക്കുന്നത് സ്ഥിരം സംഭവമായെന്നാണ് മുസ്തഫ ഓർക്കുന്നത്. മൂത്ത മകൻ ബാസൽ അൽ അസാദിനെയാണ് തന്റെ പിൻഗാമിയായി ഹാഫീസ് വളർത്തിക്കൊണ്ടുവന്നത്. 1994-ലെ ഒരു കാർ അപകടത്തിൽ ബാസാൽ മരിച്ചു. ആ വർഷം ക്രൂരപീഡനത്തിന്റെ മറ്റൊരു വർഷമായിരുന്നു. മകന്റെ കൊലപാതകികൾ എന്ന പോലെയാണ് ജയിലിൽ തങ്ങളെ പീഡിപ്പിച്ചതെന്ന് മുസ്തഫ പറയുന്നു. 2000 ജൂണിൽ പീഡനം പെട്ടെന്ന് നിലച്ചതായി അദ്ദേഹം ഓർത്തു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. രാജ്യത്ത് എന്തോ വലുത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഹഫീസിന്റെ രണ്ടാമത്തെ മകനായ ബാഷാർ അൽ അസാദ് നിങ്ങളോട് പുറത്തുവെന്ന് അധികൃതർ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി പ്രസിഡന്റ് മരിച്ചുവെന്ന്. 2007-ലാണ് മുസ്തഫ ജയിൽ മോചിതനാവുന്നത്. ഹൃദയാഘാതമായിരുന്നു ഹാഫീസിന്റെ മരണകാരണം. ന്യൂനപക്ഷക്കാരായ അലാവികൾ സിറിയൻ ജനസംഖ്യയുടെ 10% അലാവി ന്യൂനപക്ഷമായിരുന്നു. ഷിയ വിഭാഗത്തിൽപ്പെടുന്ന അലാവികളാണ് അസാദ് കുടുംബം. ഈ ന്യൂനപക്ഷമാണ് പിൽക്കാലത്ത് രാജ്യത്തെ അധികാര കേന്ദ്രങ്ങൾ പ്രധാനമായും നിലയുറച്ചത്. സൈന്യം, രഹസ്യാന്വേഷണം, ബ്യൂറോക്രസി, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയടക്കമുള്ള നിർണായക സ്ഥാനങ്ങളിൽ അലാവികളുണ്ടെന്ന് ഹാഫീസ് ഉറപ്പാക്കി. 1930-ൽ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു ഹാഫീസ് അൽ അസാദിന്റെ ജനനം. കുടുംബത്തിൽ ആദ്യമായി ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടുന്നത് ഹാഫീസ് ആണ്. പഠനത്തിൽ മിടുക്കനായ ഹാഫീസിന് 14-ാം വയസ്സിന് മുമ്പേ ഒട്ടേറെ സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു. അതേസമയം സുന്നികളിൽ നിന്നും വർഗീയ വിവേചനം നേരിട്ടു. 1946-ൽ വിദ്യാർത്ഥി പ്രവർത്തകനായി സിറിയയിലേക്ക് ബാത്ത് പാർട്ടിയിൽ ചേർന്നിരുന്നു. തുടക്കത്തിൽ തന്നെ സംഘടനാ മികവ് കാട്ടിയ അസാദിന് പാർട്ടി വലിയ ചുമതലകൾ നൽകി. 1952-ൽ ഹോംസ് മിലിറ്ററി അക്കാദമിയിലേക്ക് 3 വർഷത്തിന് ശേഷം എയർഫോഴ്സ് പൈലറ്റായി ബിരുദം നേടി. 1963-ൽ ബാത്രിസ്റ്റുകൾ അട്ടിമറിയിലൂടെ സിറിയയുടെ അധികാരമേറ്റു. അസാദ് സേനയുടെ കമാൻഡറായി. 1966-ൽ പാർട്ടിയുടെ സിവിലിയൻ നേതൃത്വത്തെ അട്ടിമറിക്കുകയും അതിന്റെ സ്ഥാപകരെ നാടുകടത്തുകയും ചെയ്ത ശേഷം പ്രതിരോധ മന്ത്രിയായി. 1970-ലെ അട്ടിമറിയിൽ അധികാരം പൂർണ്ണമായും ഹാഫീസിന്റെ കൈകളിലെത്തി. പിന്നീട് സിറിയയുടെ 18ാമത് പ്രസിഡന്റ് ആവുകയും ചെയ്തു അദ്ദേഹം.